നിങ്ങളൊരു വി ഐ ഐഡിയ വോഡഫോൺ ഉപഭോക്താവാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും കാണാതെ പോയത്, കാരണം നിങ്ങൾക്കൊരു സാമ്പത്തികമായ നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വി ഐ ഇപ്പോൾ ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതേ നില തുടരുകയാണെങ്കിൽ നമ്മുടെ വി ഐ അടുത്ത ഈ സാമ്പത്തിക വർഷം 2026 മാർച്ച് 31 നമ്മുടെ വി ഐ ഒരു അടച്ചുപൂട്ടലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പ്രവർത്തിക്കാൻ പറ്റുമോ എന്ന് പോലും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ് വി ഐ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വാർഷിക പ്ലാൻ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ 6 മാസത്തേക്ക് ചെയ്യുന്നതിന് പകരം നമ്മളൊരു 1 മാസത്തേക്കോ 2 മാസത്തേക്കുള്ള പ്ലാനുകൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. കാരണം നമ്മൾ ഈ ഒരു വാർഷിക പ്ലാനുകളൊക്കെ ചെയ്യുമ്പോൾ അത്രയും കാലത്തേക്ക് വി ഐ സിം നിലനിൽക്കാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുമ്പിൽ വി ഐ അടിപൊളി വാർഷിക പ്ലാനുകളോ അല്ലെങ്കിൽ 6 മാസത്തെ പ്ലാനുകളോ അടിപൊളി ഓഫറുകൾ തരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുക. നമ്മൾ ഈ ചെയ്ത് കഴിഞ്ഞാൽ ഈ വരുന്ന സാമ്പത്തിക വർഷം 2026 മാർച്ച് 31 ശേഷം വി ഐക്ക് ചിലപ്പോൾ പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ്, അതായത് അടച്ചുപൂട്ടലിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ വലിയ റീചാർജുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തികമായുള്ള നഷ്ടം വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സിം നിലനിർത്താൻ വേണ്ടി ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ വരുന്ന പ്ലാനുകൾ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഇപ്പം നല്ലത്. അതായത് ദീർഘകാലത്തേക്ക് ചെയ്യാതെ 1-2 മാസത്തേക്ക് മാത്രം പ്ലാൻ ചെയ്യുക. ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഒന്ന് ഫോളോ ചെയ്താൽ മതി. കൂട്ടത്തിൽ ഈ ഒരു അക്കൗണ്ടോടെ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എന്നും ലഭിക്കുന്നതായിരിക്കും. നിലവിലിപ്പോൾ വി ഐ സർക്കാരിന് നൽകാനുള്ളത് 83,000 കോടി രൂപ AGR കുടിശ്ശികയായിട്ട് ഇപ്പം നൽകാൻ. അതുകൂടാതെ തന്നെ സ്പെക്ട്രം കുടിശ്ശികയായി 1.19 ലക്ഷം കോടി രൂപയും സർക്കാരിന് നൽകാനുണ്ട്. ഇത് പ്രകാരം വി ഐ പ്രതിവർഷം 18,000 കോടി രൂപ നമ്മുടെ സർക്കാരിലേക്ക് 6 വർഷത്തേക്ക് അടച്ചുകൊണ്ടിരിക്കണം. എന്നാൽ പ്രതിവർഷം വെറും 40,000 കോടി രൂപ മാത്രം വിറ്റുവരവുള്ള നമ്മുടെ വി ഐക്ക് ഇത്രയും ഭീമമായ തുക സർക്കാരിലേക്ക് 6 വർഷത്തേക്ക് അടക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അതൊരിക്കലും വി ഐ ചെയ്യാൻ പോകുന്നൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മുമ്പോട്ട് പോകുന്നതിനാൽ വി ഐക്ക് ഒരു പുതിയ ബാങ്ക് വായ്പ എടുക്കാനോ അല്ലെങ്കിൽ പുതിയൊരു നിക്ഷേപം നടത്താനോ ഇപ്പോൾ അതും സാധിക്കുന്നില്ല. ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വി ഐക്ക് ഒരു നിലനിൽപ്പിന് ബാധിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പോൾ സർക്കാർ നിർബന്ധിതമായി ഇടപെട്ടുകൊണ്ട് ഒരു 30,000 കോടി രൂപയെങ്കിലും ഇളവ് നൽകിയില്ലെങ്കിൽ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്ന് പലതവണ സർക്കാരിനെ ബോധിപ്പിച്ചെങ്കിലും സർക്കാർ ഇതുവരെ ഒരു മറുപടിയും ഇതിനായിട്ട് നമുക്ക് വി ഐക്ക് കൊടുത്തിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ വി ഐ ഇല്ലാതാവുകയാണെങ്കിൽ നമുക്ക് നേരിടുന്നത് ഒരു വലിയ ഭവിഷ്യത്ത് തന്നെയായിരിക്കും. അതായത് പിന്നെ വരാൻ പോകുന്നത് ജിയോ, എയർടെൽ എന്നീ കമ്പനികളുടെ ഒരു കുത്തകയായിരിക്കും. അവരെന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. നമ്മൾ വാർഷിക റീചാർജുകൾ ഒഴിച്ച് 6 മാസത്തേക്കുള്ള റീചാർജുകൾ ഒഴിച്ച് നമുക്ക് 2 മാസത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കുള്ള പ്ലാനുകൾ ചെയ്യാം. ഇങ്ങനെ റീചാർജ് ചെയ്യുകയും നമുക്ക് വി ഐ സിമ്മിനെ സപ്പോർട്ട് ചെയ്യും അവർ നിലനിന്ന് പോകുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരും. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഒന്നും ലഭിക്കാൻ വേണ്ടി ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ധാരാളം അറിവിലേക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.